ഇതില് ഇപ്പൊ ഇവര് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പൊ ഹരിപ്രസാദ് തന്നെ പറഞ്ഞു. അതില് സത്യത്തില് കഴിഞ്ഞ തവണ ഈ കർഷക സമരം ഇത്ര കണ്ട് കൊടുമ്പിരി കൊണ്ട സമയത്ത് സർക്കാരിനോട് ഇവർ നിബന്ധന വെച്ചത്, ആ നിബന്ധനകളിൽ സത്യത്തിൽ 90% നിലവിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ് എന്നുള്ളത് സത്യത്തില് പബ്ലിക്കിന് അറിയില്ല എന്നുള്ളതാണ്. ഇവർ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അവര് നടപ്പിലാക്കി തരുന്നില്ല എന്നുള്ളത്. സത്യത്തിൽ ഇവർ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളിലും 90% നടപ്പിലാക്കിയിട്ടില്ലേ സത്യത്തിൽ ഇവർ? അതായത് കഴിഞ്ഞ കർഷക സമരത്തിന്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് കാർഷിക നിയമം പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. ഞാനൊരു ഒരു തികഞ്ഞ വലതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അത് എനിക്ക് തോന്നുന്നു ബൈജു ചേട്ടൻ അറിയുന്നുണ്ടായിരിക്കും. ഞാൻ മോഡിയുടെ വലിയ സപ്പോർട്ടറാണ്. അപ്പോ എനിക്ക് മോഡിയോടുള്ള ഏറ്റവും വലിയ ഒരു ഒരു ദുഃഖം, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു സങ്കടം എന്ന് പറയുന്നത് അദ്ദേഹം കാർഷിക നിയമം പിൻവലിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള മുഷ്കിന്റെ പേരില്, അല്ലെങ്കിൽ മസിൽ പവറിന്റെ പേരില്, മണി പവറിന്റെ പേരില് ഇവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്താൻ മുൻനിന്ന ആളുകളുടെ മുമ്പിൽ അദ്ദേഹം ആ ഒരു നിയമത്തെ പിൻവലിച്ചു. ഈ നിയമത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതും ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് അതിന്റെ ഒരു കോർ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു ഈ മണ്ഡി സിസ്റ്റം, അല്ലെങ്കിൽ ഈ ഇടനിലക്കാരുടെ ഒരു അപ്രമാദിത്വത്തെ നാട്ടിൽ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നോക്കൂ ബൈജുചേട്ടൻ, നിങ്ങള് പച്ചക്കറി ഉപയോഗിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, ഈ പച്ചക്കറി ഇപ്പൊ നിലമ്പൂർക്ക് പച്ചക്കറി വരുന്നുണ്ടാവുക ഗൂഡല്ലൂരിൽ നിന്നാണ്. എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ നിയർ ബൈ പോയിന്റ് എന്ന് പറയുന്നത് ഗൂഡല്ലൂരാണ്. ഈ ഗൂഡല്ലൂരിൽ നിന്ന് 5 രൂപയ്ക്കും 4 രൂപയ്ക്കും കളക്ട് ചെയ്യപ്പെടുന്ന തക്കാളി നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോ എങ്ങനെയാ 35 രൂപയാവുന്നത്? അതിനൊരു ആൻസർ വേണ്ടേ? ഇത്രയും കാലമായിട്ട് ഇവിടെ ഭരിച്ച ആളുകൾ എന്തുകൊണ്ട് അത്തരത്തിൽ വലിയ ഒരു ഗ്യാപ്പ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് തടയാൻ ഒരു നടപടി എടുത്തില്ല? അതൊരു റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ തക്കാളി ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കും കാശ് കിട്ടുന്നില്ല, എന്നാൽ ഉപയോഗിക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ടുള്ള പൈസ ചെലവ് വരുന്നു. അപ്പോ ഇത് തീർച്ചയായിട്ടും ഇടനിലക്കാരാണ് ഇതിന്റെ വലിയ ഫ്രൂട്ട് എൻജോയ് ചെയ്യുന്നത്. അപ്പൊ അത് ഐദർ കർഷകരിലേക്ക് പാസ് ഓൺ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ കൺസ്യൂമറിന് ആ ബെനിഫിറ്റ് കിട്ടും. ഇത് രണ്ടും സംഭവിക്കാതെ ഈ ഇടയിൽ നിൽക്കുന്ന ആളുകൾ വലിയ ലാഭം ഉണ്ടാക്കുന്ന, കൊള്ള നടത്തുന്ന സിസ്റ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സിസ്റ്റത്തിന് തടയിടുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശം ഈ കാർഷിക നിയമത്തിന്റെ പുറകിലുണ്ടായിരുന്നു. എല്ലാ ടേംസിനെയും ഞാൻ അംഗീകരിക്കുന്നില്ല. സ്റ്റിൽ ഈ ഒരു ഉദ്ദേശശുദ്ധി അതിന്റെ പുറത്തുണ്ടായിരുന്നു. അത് പക്ഷെ വിഡ്രോ ചെയ്തത് വലിയ ഒരു അബദ്ധമായി, അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ പ്രഷർ മോഡി NDA സർക്കാർ ഓവർകം ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു വീക്ഷണം. അപ്പൊ ആദ്യത്തെ കാർഷിക സമരം എന്ന് പറയുന്നത് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ വേറെയും കുറെ ആവശ്യങ്ങൾ നിരത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സമരത്തിന്റെ പ്രധാനപ്പെട്ട 10-12 ആവശ്യമാണ് അവര് ഉന്നയിക്കുന്നത്. അതില് നമ്മളും കൂടെ അംഗീകരിക്കേണ്ട ചില ആവശ്യങ്ങളുണ്ട്. അത് ഞാൻ ആദ്യം പറയാം. എന്നിട്ട് നമുക്ക് ഒരിക്കലും ആസ് ആൻ ഇക്കോണമി അല്ലെങ്കിൽ ആസ് എ നേഷൻ അംഗീകരിക്കാൻ പറ്റാത്ത ചില ആവശ്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ലഖിംപൂർ ഗേരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് കർഷക സമരത്തിന്റെ ഇടയില് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു. BJP MP-യുടെ ഒരു കാർ ഇടിച്ചിട്ട് 3-4 പേര് മരിക്കുന്ന ഒരു മറ്റേ സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. അവർക്ക് തക്കതായിട്ടുള്ള കോമ്പൻസേഷൻ, അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് സഫീഷ്യന്റ് അല്ല. കുറച്ചുകൂടെ കോമ്പൻസേഷൻ കൊടുക്കണം എന്നൊരു ആവശ്യം ഈ കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ മുന്നിലോട്ട് വെക്കുന്നുണ്ട്. ഇന്നവേ നമുക്ക് അത് വേണമെങ്കിൽ ഒന്ന് അംഗീകരിക്കാം എന്നുള്ളത് നമുക്ക് ഒരു ജെന്യുവിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കർഷക സമരത്തിന്റെ ഇടയിൽ പല ആളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾക്ക് സ്വമേധയ ഹാർട്ട് അറ്റാക്കും അങ്ങനെയൊക്കെ വന്നിട്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുടെ സസസേഴ്സിന് ജോലി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു കോമ്പൻസേഷൻ, ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പൊതുവിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതും ഈ ഒരു കർഷക സമരത്തിന്റെ ആവശ്യകതയായിട്ട് ഇവർ മുന്നിലോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്ന ഒരു വസ്തുതയാണ്. കാര്യം അത്ര അധികം ആൾക്കാരൊന്നും ഈ പറയുന്ന കൊല്ലപ്പെടുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള നിലയ്ക്ക്.
ഇനി മൂന്നാമതായിട്ട് ഇവരുടെ ഒരു പ്രധാന ആവശ്യം എന്ന് പറയുന്നത് നിലവിലെ കാർഷിക കടങ്ങൾ എഴുതി തള്ളണം, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന കാർഷിക കടങ്ങളും എഴുതി തള്ളണം എന്നാണ്. അതായത് ഞാനിപ്പോ ഒരു കർഷകനാണ്, എന്റെ കടം തള്ളണം, എന്റെ മോന്റെയും തള്ളണം, ഇനി മോനൊരു മകൻ ഉണ്ടായിട്ട് അയാൾ കടം മേടിച്ചാലും എഴുതി തള്ളണം. അപ്പൊ ഞങ്ങള് മണ്ണിൽ പണിയെടുക്കുന്നവരാണ്, ഞങ്ങൾ അന്നം നൽകുന്നവരാണ്, അപ്പൊ അതുകൊണ്ട് ഞങ്ങള് എന്ത് കടമുണ്ടാക്കിയാലും നിങ്ങൾ എഴുതി തള്ളണം എന്നുള്ള ഒരു ആവശ്യം ഇവർ മുന്നിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോ യഥാർത്ഥ കർഷകൻ യഥാർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രൈസ് വേരിയേഷൻ കൊണ്ടോ അവന് വലിയൊരു നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം കൊടുക്കേണ്ടതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നാണ് എന്റെ അഭിപ്രായം. അവിടെയും ഈ യഥാർത്ഥ കർഷകൻ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ ഇതിന്റെ ചർച്ച പോകേണ്ടതാണ്. കാരണം അവിടെ വന്ന് കിടക്കുന്ന മറ്റേ വലിയ ജന്മികളുടെ കടവും ഈ കൂട്ടത്തിൽ എഴുതി തള്ളാൻ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സ്ക്യൂസ് ചെയ്തിട്ട്, ഞാൻ ആ വാക്ക് അഗെയിൻ പറയുന്നു, സ്ക്യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ടാക്സ് റവന്യൂവിൽ നിന്നാണ് ഈ പറയുന്ന പലതരത്തിലുള്ള എയ്ഡുകളും ഗവൺമെന്റുകളും നൽകി വരുന്നത്. ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ ഒരു ടാക്സ് സിസ്റ്റം നിലവിലില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള അവസ്ഥ. അപ്പോ നിങ്ങളൊരു കാർഷിക ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള മേഖലയിലേക്ക് അല്ലെങ്കിൽ അതിന് രൂപമാറ്റം വരുത്തി പാക്കറ്റിലൊക്കെ ആക്കി ഇറക്കുന്ന സമയത്ത് ടാക്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും അല്ലാത്ത പക്ഷം ഇത് ടാക്സബിൾ അല്ലാത്തൊരു ഐറ്റമാണ്. ഈ വെജിറ്റബിൾസ് ആയിക്കോട്ടെ അത്തരത്തിലുള്ള ഞാൻ പറയുന്നത് രൂപമാറ്റം വരുത്താതെ ചെയ്യുന്ന സമയത്താണ് കേട്ടോ. അപ്പോ അത്തരത്തിൽ കർഷകന് ഇൻ എ വേ ഡയറക്ട്ലി ടാക്സ് ഇമ്പാക്ട് ഇല്ല എന്നുള്ളതാണ്. അൺലെസ് ഇൻകം ടാക്സ് ലാബിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റേഞ്ചിലേക്ക് ഇവന്റെ വരുമാനം വരാത്ത സാഹചര്യത്തിൽ. അപ്പോ അങ്ങനെ ഒരു ടാക്സ് ലയബിലിറ്റിയും ഇല്ലാതെ നിൽക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഇത്തരത്തിൽ ഈ കടം അവരെടുക്കുന്ന കടം അത് പല ആവശ്യങ്ങൾക്കായിരിക്കാം, പല കാരണം കൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന് കടം വരുന്നത്. അത് മുഴുവൻ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകള്, ഒരു സാലറിയുടെ ആൾക്കാർ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഷോൾഡറിൽ വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റിയ ഒരു വസ്തുതയല്ല. കാരണം ഇവിടെ ഇപ്പൊ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു കമ്പനി നടത്തുന്ന ആള്, ഒരു ബിസിനസ് നടത്തുന്ന ആള്, അവന്റെ ലാഭത്തിന്റെ 30% ആണ് ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. ആ 30% എന്ന് പറയുന്ന ടാക്സ് കൊടുക്കുന്ന ആള് അയാളും അധ്വാനിച്ചിട്ടാണല്ലോ. ഒരു കട നടത്തുന്ന ആളായിക്കോട്ടെ, ഒരു ബിസിനസ് നടത്തുന്ന ആളായിക്കോട്ടെ, അയാളും കുറെ റിസ്ക് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ റിസ്ക് എടുക്കുന്ന ആൾക്കാർ നാളെ സംഘടിച്ചെത്തിയിട്ട് ഞങ്ങൾ ബിസിനസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് നഷ്ടം വന്നു, ആ നഷ്ടം സർക്കാർ ഏറ്റെടുക്കണം, ആ ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ ലോണൊക്കെ വെയ്വ് ഓഫ് ചെയ്ത് തരണം എന്നൊരു ആവശ്യവുമായിട്ട് സംഘടിച്ച് ഇതുപോലെ ഡൽഹിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ സംഘടിച്ചെത്തുന്ന ആൾക്കാർക്ക് മുഴുവൻ വെയ്വ് ഓഫ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മുടെ രാജ്യത്ത് നേരെ ഉണ്ടാവും. അപ്പൊ അത് പ്രാക്ടിക്കലി അത് എന്ത് കാരണം കൊണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് പരിശോധിച്ചിട്ട് കൃത്യമായിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചെറുകിട കടങ്ങൾ നമുക്ക് എഴുതി തള്ളാവുന്നു. അതാണ് മൂന്നാമത്തെ ആവശ്യം. ഇനി നാലാമത്തെ ആവശ്യം പറയുന്നത് കർഷകർക്ക് കറണ്ട് സൗജന്യമായിട്ട് നൽകുക, അതുപോലെ തന്നെ അല്ലെങ്കിൽ സബ്സിഡൈസ് ചെയ്യുക, അതുപോലെ അവർ ഉപയോഗിക്കുന്ന ഡീസലിന് സബ്സിഡി നൽകുക എന്നുള്ളതാണ്. നോക്കൂ, ഈ ഇന്ത്യ പോലെയുള്ള ഇത്രയും വലിയ ഒരു രാജ്യത്ത് പവർ എന്ന് പറയുന്നത് വലിയ ഷോർട്ടേജ് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഓരോ സംസ്ഥാനങ്ങളും അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള പവർ ജനറേഷൻ പ്രൊജക്ട്സ് ആയിട്ടാണ് മുന്നിലോട്ട് പോകുന്നത്. ഇപ്പൊ കേരളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു മഴ കുറവായാൽ ഒബ്വിയസ്ലി കേരളത്തിന്റെ കാര്യം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കൽക്കരി ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ പല തെർമൽ പ്ലാന്റ്സിൽ നിന്നുള്ള മറ്റേ വൈദ്യുതി ഉൽപാദനം കുറയും. പിന്നെ ഈ ഫ്രീ എന്ന് പറയുന്നത് ഒരിക്കലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ അല്ല, ഒരു ഇക്കണോമിക് മോഡൽ അല്ല. അത് ഒരുപാട് കാലത്തേക്ക് അത് അങ്ങനെ കൊടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന പണം ഫ്രീ ആയി മറ്റൊരു സ്ഥലത്തേക്ക്, അതൊരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയൊക്കെയാണ്. ഈ സോഷ്യലിസ്റ്റ് ചിന്താഗതിയിലൊന്നും ഇത് രാജ്യം മുന്നിലോട്ട് പോകില്ല എന്നുള്ളതാണ് നമ്മളുടെ ഹിസ്റ്ററി നമുക്ക് കാണിച്ചു തരുന്നത്. അത് ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്തെ ഏത് രാജ്യത്തിന്റെ. അപ്പൊ അതാണ് ഇവരുടെ ഒരു പാർഷ്യലി മേ ബി അംഗീകരിക്കാവുന്ന, ഇപ്പൊ കേരളമൊക്കെ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ യു പിയിലും ബീഹാറിലും ഒക്കെ ഉള്ളതുപോലെ ഒരു സ്പെസിഫിക് പർപ്പസിൽ അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്ന വൈദ്യുതി മറ്റേ എന്താ പറയാ ഫ്രീ ആക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന പിന്നെ കർഷക സമരത്തിന്റെ ഇടയില് സർക്കാരുകൾ എടുത്തിട്ടുള്ള കേസുകൾ മുഴുവൻ പിൻവലിക്കണം എന്നുള്ളതാണ് അടുത്ത ഒരു ആവശ്യം. നമുക്കിപ്പോ ആ കേസ് നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഒരുപോലെയാണ്, പിൻവലിച്ചാലും വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. സ്റ്റിൽ പക്ഷെ നമ്മളുടെ ചെങ്കോട്ടയിലൊക്കെ കയറിയിട്ട് ഇത്തരത്തിലുള്ള കൊള്ളരുതാത്തരമൊക്കെ കാണിച്ച ആളുകളുടെ കേസും പരിപാടികളൊക്കെ പിൻവലിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇനിയും അത്തരത്തിലുള്ള ആക്ഷനുകൾ പാർലമെന്റിന്റെ അഗെയിൻസ്റ്റ് ആയാലും ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ അഗെയിൻസ്റ്റ് സംഘടിച്ച് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, അതിനൊരു മോട്ടിവേഷൻ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷെ കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരു റീതിങ്കിങ് വേണം എന്നാണ് എന്റെ അഭിപ്രായം. എന്നാലും മേ ബി കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ്. ഒരു ബൾക്കായിട്ടുള്ള ആളുകൾക്കെതിരെ എടുത്തിട്ടുള്ള ഒരു നടപടി ആയതുകൊണ്ട് കുറച്ചൊക്കെ റിലീഫ് മേ ബി ഇതിൽ കൊടുക്കാവുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇനി പറയുന്നതാണ് ഇവരുടെ കോറായിട്ടുള്ള ആവശ്യങ്ങൾ. അതിനെ ഏറ്റുപിടിച്ചിട്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷവും അതുപോലെ തന്നെ ഇവിടുത്തെ ബുദ്ധിജീവികൾ എന്ന് സ്വയം നടിക്കുന്ന ഇവിടുത്തെ മാധ്യമ മറ്റേ വേന്ദ്രന്മാരും ഇവിടെ എന്താ പറയുക വലിയ നരേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് MSPയെ പറ്റിയിട്ടാണ്. MSP എന്ന് പറഞ്ഞാൽ താങ്ങുവില. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സാധനം മിനിമം ഇത്ര പൈസക്കെങ്കിലും ട്രേഡ് ചെയ്യപ്പെട്ടോളണം എന്നുള്ളതാണ് MSP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കണം, അതുപോലെ തന്നെ നെല്ലിന്റെ താങ്ങുവില എത്രയാക്കണം, വീറ്റിന്റെ താങ്ങുവില, റാഗിയുടെ താങ്ങുവില എന്നൊക്കെ പറഞ്ഞ, കരിമ്പിന്റെ താങ്ങുവില എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് സർക്കാരാണ് ഈ താങ്ങുവില ഫിക്സ് ചെയ്യാറ്. അതിപ്പോ നെല്ലിനുണ്ട്, ഈ പറയുന്ന വിളകളൊക്കെ ഉണ്ട്, നാളികേരത്തിനുണ്ട്, അങ്ങനെ ഗ്രാമ്പൂനുണ്ട്, മറ്റേ ഏലക്കൊക്കെ ഉണ്ട്, എല്ലാ സാധനത്തിനും താങ്ങുവില ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ താങ്ങുവില ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ താങ്ങുവിലയെക്കാളും താഴ്ന്ന നിരക്കിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഈ താങ്ങുവിലകളുടെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോ 23 തരം ക്രോപ്പുകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു ആവശ്യം. ഈ 23 ക്രോപ്പുകൾ ഇപ്പോ ഓൾറെഡി താങ്ങുവില എന്ന് പറയുന്ന സംവിധാനത്തിൽ പെട്ടതാണ്. അത് ഓൾറെഡി അങ്ങനെ ഒരു സിസ്റ്റം റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഈ കർഷകരുടെ അല്ലെങ്കിൽ ഈ സമരം നടത്തുന്ന ആളുകളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇതെല്ലാം ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്യണം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു താങ്ങുവില ഫിക്സ് ചെയ്തിട്ട് ആ താങ്ങുവിലയ്ക്ക് അനുസൃതമായിട്ട് ഗവൺമെന്റ് ഇവരുടെ ക്രോപ്പുകൾ വാങ്ങണം ആ വില കൊടുത്തിട്ട് എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ നാട്ടില് ഭൂമിയുടെ ഫെയർ വാല്യൂ തീരുമാനിക്കുന്നുണ്ട്. സർക്കാരാണ് നമ്മളുടെ ഭൂമിയുടെ ന്യായ വില തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മളൊരു 10 സെന്റ് ഭൂമി വാങ്ങാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഭൂമിയുടെ വില എന്താണ്, ആധാരത്തിൽ കാണിക്കേണ്ട വില എന്താണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. ഒരു പക്ഷേ പല സ്ഥലങ്ങളിലും ആ ഭൂമിയുടെ വില കുറവാണ്, നമ്മളുടെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറവായിരിക്കും, ചില സ്ഥലങ്ങളിൽ കൂടുതലായിരിക്കും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവത്തില് തൃശ്ശൂര് ഭൂമിയുടെ ന്യായവില ഏറ്റവും അധികമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ എനിക്കറിയുന്ന ഒരു ആളുകള് അവരൊരു 23 lakhs 24 lakhsല് ഒരു പെർ സെന്റിന് ആ ഭൂമി വിൽക്കാൻ തയ്യാറാണ്. പക്ഷെ അവിടുത്തെ ന്യായവില എന്ന് പറയുന്നത് ഏതാണ്ട് 37 ലക്ഷം രൂപയാണ്. അപ്പോ അവിടെ 23 ലക്ഷം രൂപയ്ക്ക് മാർക്കറ്റ് റേറ്റ് ഉള്ള, അല്ലെങ്കിൽ 22 ലക്ഷം രൂപയ്ക്ക് മാർക്കറ്റ് റേറ്റ് ഉള്ള ഒരു സ്ഥലത്ത് ഗവൺമെന്റ് ഫിക്സ് ചെയ്യാണ് ഇവിടുത്തെ വില 37ആണ്. അപ്പോ ഇപ്പൊ നാളെ ആ ആള് പറയുകയാണ് എന്റെ സ്ഥലം 37 ലക്ഷം രൂപയ്ക്ക് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കണം എന്ന് ഒരു ഡിമാൻഡ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അത് സർക്കാരിന് ചെയ്യാൻ പറ്റും? ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ 23 ക്രോപ്പുകൾക്ക് ന്യായവില ഫിക്സ് ചെയ്യും വേണം, സർക്കാർ അത് മുഴുവൻ ഏറ്റെടുക്കണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഇനി ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ ഇമ്പാക്ട് എന്താ നോക്കൂ. നിങ്ങൾ ഇപ്പോ ന്യായവില ഫിക്സ് ചെയ്തിട്ട് സർക്കാർ അരി ആയാലും ഗോതമ്പായാലും മറ്റുള്ള സാധനങ്ങളായാലും ഏറ്റെടുക്കുകയും അത് ട്രേഡ് ചെയ്യുകയും അത് മറ്റേ ഫ്രീ ആയിട്ട് റേഷനായിട്ടും മറ്റും സബ്സിഡൈസ് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ 10,000 കോടി രൂപയാണ് സർക്കാർ ഇത്തരത്തിൽ ചെലവിടുന്നത്. അപ്പോ അത്തരത്തിൽ ഈ ഓരോ പ്രൊഡക്റ്റിനും വരുന്ന സമയത്ത് നമ്മളുടെ ബഡ്ജറ്ററി അലോക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 5 മുതൽ 8 ലക്ഷം കോടി വരെ വർദ്ധിക്കും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
അതായത് ഈ പറയുന്ന ആളുകള് പറയുന്ന ആവശ്യം അംഗീകരിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അത് സർക്കാർ ചെയ്യാമെന്ന് ഏറ്റുകഴിഞ്ഞാൽ ഒരു 5 മുതൽ 8 ലക്ഷം കോടി രൂപയുടെ അലോക്കേഷൻ അതിനുവേണ്ടി മാത്രമായിട്ട് ബഡ്ജറ്ററി അലോക്കേഷൻ സർക്കാർ നീക്കി വെക്കേണ്ടി വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതാണ് ഇവരുടെ ഒരു വലിയ ആവശ്യം. ഇപ്പൊ ഓൾറെഡി അരി, ഗോതമ്പ് തുടങ്ങിയിട്ട് കരിമ്പ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ തന്നെ ഈ ന്യായവില സർക്കാർ നടപ്പാക്കുന്നുണ്ട്. സർക്കാർ അത് ഏറ്റെടുക്കുന്നുണ്ട്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് 23 ക്രോപ്പിലേക്കും പോകണമെന്നാണ് ഇവരുടെ ഒരു പ്രധാന ആവശ്യം. ഇനി രണ്ടാമത്തെ, അതായത് പ്രധാന ആവശ്യങ്ങളിൽ രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ഈ കൃഷിയിടങ്ങളിൽ തൊഴിലെടുക്കുന്ന ആളുകളെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് വേതനം ലഭ്യമാക്കണം, സർക്കാർ ലഭ്യമാക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഓൾറെഡി അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ അത് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നിങ്ങളുടെയൊക്കെ പറമ്പുകളില് BPL കാർഡുള്ള ആളുകളുടെ പറമ്പുകളില് ഈ തൊഴിലിരിപ്പ് അല്ലെങ്കിൽ തൊഴിൽ കിടപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തൊഴിൽ ഉറക്കം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് രാവിലെ വരുന്നു, ചായ കുടിക്കുന്നു, ഉച്ചയാവുന്നു, വൈകുന്നേരം ആവുന്നു, തിരിച്ചു പോകുന്നു. അതിന് അവർക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് 330 രൂപയുടെ കൂലിയോ മറ്റോ കേരളത്തിൽ കിട്ടുന്നു. അപ്പോ അത് അഗ്രികൾച്ചർ നടത്തുന്നു, കൃഷി നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഈ കൃഷിയുടെ ക്രോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഈ കാർഷിക വൃത്തികൾക്കായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് സർക്കാർ വേതനം കൊടുക്കണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. അപ്പൊ ഈ ആവശ്യം ഓൾറെഡി നടപ്പായിട്ട് വരുന്നുണ്ട്. ധാരാളം കൃഷി ഇടങ്ങളില് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള ആളുകളെ അവരുടെ തൊഴിൽ ദിനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. അപ്പൊ നിലവില് ഭാരതത്തിൽ 100 തൊഴിൽ ദിനങ്ങളാണ് ഒരു വർഷത്തിൽ, അതായത് ഒരു വർഷത്തിന്റെ ഓൾമോസ്റ്റ് ഒരു 25% തൊഴിൽ ദിനങ്ങൾ സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. അത് ഓരോ സംസ്ഥാനത്തിനും സ്ലാബുകൾ അനുസരിച്ച് തൊഴിലുറപ്പിന് കൂലിയും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 350 രൂപയാണ് ഒരു ദിവസത്തെ കൂലിയായിട്ട് നൽകുന്നത്. അപ്പൊ അത്തരത്തിൽ 350 രൂപയുടെ കൂലി കിട്ടുന്ന 100 തൊഴിൽ ദിനം കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഒരു 35,000 രൂപയുടെ വരുമാനം ഒരു വർഷം അഷ്വേർഡ് ആകുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത. അപ്പോ ഈ ഇന്ത്യയിലെ ബഡ്ജറ്ററി അലോക്കേഷൻ ആയിട്ട് 86,000 ക്രോസ് ആണ് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായിട്ട് കേന്ദ്രം മാറ്റിവെച്ചിട്ടുള്ളത്. അത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളിലേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഒരുപാട് ശ്രമിച്ചെങ്കിലും സംസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ ഈ പണി എടുക്കാതെ കാശ് കൊടുക്കുക എന്നുള്ള സിസ്റ്റം നാട്ടിൽ നടപ്പാക്കുന്ന രാഷ്ട്രീയക്കാരുടെയും ഒരു ഇടപെടൽ കൊണ്ട് അതങ്ങോട്ട് കൃത്യമായിട്ട് നടപ്പായില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ 86,000 കോടി രൂപയാണ് ഇത്തരത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അതിന് 100 തൊഴിൽ ദിനങ്ങളാണ്. ഒരു ആവറേജ് 250-300 രൂപയാണ് ഒരു പെർ ഡേ തൊഴിലായിട്ട് അല്ലെങ്കിൽ വേജസ് ആയിട്ട് കൊടുക്കുന്നത്. അത് ഉയർത്തി 200 തൊഴിൽ ദിനങ്ങളാക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ കൂലി 750 രൂപയാക്കണം എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു ആവശ്യം. കേരളത്തെ സംബന്ധിച്ച് 750 രൂപയാക്കണം എന്ന് കേൾക്കുമ്പോൾ അതൊരു വലിയ ഫിഗർ ആയിട്ട് തോന്നില്ല. പക്ഷെ ബംഗാള്, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും 200 രൂപയോ 150 രൂപയോ ആണ് അവിടുത്തെ ബേസിക് പേ റേറ്റ്. ആ സ്ഥലത്ത് 750 രൂപ കൊടുക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ ആ ഒരു കാര്യം നടപ്പാക്കണമെങ്കിൽ ഏതാണ്ട് നമ്മുടെ ഒരു 8 ലക്ഷം മുതൽ 10 ലക്ഷം കോടി രൂപ വരെയാണ് അഡീഷണൽ ആയിട്ട് നമ്മളുടെ ബഡ്ജറ്ററി 86,000 കോടിയുടെ പുറമെ നമുക്ക് വരാൻ പോകുന്ന എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ആവശ്യം. അപ്പൊ ഈ MSP അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്തി ഇവരുടെ വേതനം ഈ റേഞ്ച് ആക്കുക എന്നുള്ളത്, അത്തരത്തിലുള്ള ഈ 2 കാര്യങ്ങൾ, ലോൺ വെയ്വർ, ഇതൊക്കെയാണ് ഇവര് പ്രധാനമായിട്ടും ഈ കർഷക സമരത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ. ഇനി നോക്കൂ, മറ്റൊരു വലിയ ആവശ്യം എന്ന് പറയുന്നത് ഓരോ കർഷകർക്കും 60 വയസ്സ് കഴിഞ്ഞ ഓരോ കർഷകർക്കും പെർ മന്ത് 10,000 രൂപ പെൻഷൻ കൊടുക്കണമെന്നാണ്.
അപ്പോ ഇന്ത്യയിൽ ഏതാണ്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു 11 കോടി അത്തരത്തിലുള്ള കർഷകരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ 11 കോടി ആളുകൾക്കും മാസം 10,000 രൂപ വെച്ചിട്ട് പെൻഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു ആവശ്യം. അപ്പോ അത്തരത്തിൽ ഒരു 11 ലക്ഷം തൊട്ട് 12 ലക്ഷം കോടി രൂപയാണ് അഡീഷണൽ ആയിട്ട് വേണ്ടി വരുന്നത് ഈ പറയുന്ന പെൻഷൻ കൊടുക്കാനായിട്ട്. ഇപ്പോ നമ്മുടെ നാട്ടിലെ ദേശീയ ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഉണ്ട്. അത് കേരളത്തിൽ 1,600 രൂപയാണ്. പക്ഷെ 2,500 കൊടുക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കോമൺ ആയിട്ട് അത് കൊടുക്കപ്പെടുന്നത് 300 രൂപയാണ്. അതുപോലെ തന്നെ 80 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് 500 രൂപയാണ് കൊടുക്കുന്നത്. അതിന്റെ 20 ഇരട്ടി. അതാണ് ഇവരുടെ ഡിമാൻഡ്. 20 ടൈംസ്. ഈ 500 രൂപ കൊടുക്കുന്നിടത്ത് ഞങ്ങൾക്ക് ഒരു 500 രൂപ വെച്ചിട്ട് കർഷകർക്ക് കിട്ടണം, അല്ലെങ്കിൽ ഒരു 750 വെച്ച് കിട്ടണം എന്നല്ല, 10,000 രൂപ വെച്ചിട്ട് കാർഷിക വൃത്തി ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുക്കണം എന്നാണ് ഇവരുടെ മറ്റൊരു ഡിമാൻഡ്. അപ്പോ അത്തരത്തിൽ അത് നടപ്പായി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10 മുതൽ 12 ലക്ഷം കോടി രൂപ വരെ ഇത്തരത്തിൽ പുതുതായിട്ട് കണ്ടെത്തേണ്ടി വരും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മേജർ ആയിട്ടുള്ള ഹെഡിൽ പെട്ടിട്ടുള്ള, പിന്നെ ലോൺ വെയ്വർ, പലിശ എഴുതി തള്ളല്, കാർഷിക ഉപകരണങ്ങൾ വാങ്ങാൻ സബ്സിഡി, കാർഷിക കടാശ്വാസ പദ്ധതി തുടങ്ങിയിട്ടുള്ള പതിവ് സാധനങ്ങളുണ്ടല്ലോ, വളത്തിന് സബ്സിഡി, മറ്റേ ഫസൽ ബീമ യോജന വഴിയുള്ള ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള വിളനാശം വന്നാലുള്ള എയ്ഡുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറമേ കേട്ടോ. അപ്പോ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇവരുടെ പുതിയ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ ഏതാണ്ട് 30 ലക്ഷം മുതൽ 35 ലക്ഷം കോടി രൂപയാണ് അഡീഷണൽ ആയിട്ട് ബഡ്ജറ്ററി അലോക്കേഷന്റെ പുറമെ വരാൻ പോകുന്ന ചെലവ്.